മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മമ്മൂട്ടി എന്ന നടൻ. നൂറ്റാണ്ടിലധികമായി മലയാളികളെ വിസ്മയിപ്പിക്കുന്ന മമ്മൂട്ടി പകർന്നാടാത്ത വേഷങ്ങളില്ല. കഥാപാത്രത്തിൽ പര്യായ പ്രവേശം നടത്തി പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്ന താരത്തിന് കിട്ടാത്ത അവാർഡുകളുമില്ല. കരിയറിൻ്റെ പുതിയ ഘട്ടത്തിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ തേടിപ്പിടിച്ച് അവതരിപ്പിച്ച് ഇന്ത്യൻ സിനിമയെ ഞെട്ടിക്കുകയാണ് മമ്മൂട്ടി എന്ന നടൻ. പുതിയ സംവിധായകരോടൊപ്പം മികച്ച സിനിമകൾ ചെയ്യുന്ന മമ്മൂട്ടിയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ജിയോ ബേബി, രാഹുൽ സദാശിവൻ, നിസാം ബഷീർ തുടങ്ങിയ കഴിവ് തെളിയിച്ചവരോടൊപ്പം റോബി വർഗീസ് രാജ്, ജിതിൻ കെ ജോസ് തുടങ്ങിയ പുതുമുഖങ്ങളോടൊപ്പം മമ്മൂട്ടി കൈകോർക്കുമ്പോൾ മികച്ച സിനിമകളാണ് പിറന്നത്. ഇപ്പോഴത്തെ ആട്ടത്തിൻ്റെ സംവിധായകൻ ആനന്ദ് ഏകദർശിയുടെ പുതിയ ചിത്രത്തിൽ മമ്മൂട്ടി നായകനാവുന്നു എന്ന വാർത്തയാണ് റിപ്പോർട്ടുകളും പുറത്തുവരുന്നത്. കഴിഞ്ഞ വർഷത്തെ മികച്ച ചരിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ ആട്ടത്തിൻ്റെ സംവിധായകനാണ് ആനന്ദ് ഏകദർശി. 2024 മികച്ച മലയാള സിനിമയായൊന്നായിരുന്നു ആട്ടം. ഡിവോഴ്സായ ഡോക്ടർ ദമ്പതികളുടെ കഥയും ഒരു ഫീനിക്സ് പ്രൊഫസറുടെ കഥയും മമ്മൂട്ടിക്കായി ഒരുങ്ങിയിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ വർഷം നടന്ന റൗണ്ട് ടേബിളിൽ ആനന്ദ് ഏകദർശി പറഞ്ഞിരുന്നത്. ഇതിൽ ഏത് കഥയാണ് ഫൈനലൈസ് ചെയ്തതെന്ന് അറിയില്ല. ഈ വർഷം അവസാനത്തോടെ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് അഭ്യൂഹങ്ങൾ. നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന കളങ്കാവലാണ് മമ്മൂട്ടിയുടെ അടുത്ത തിയേറ്ററിൽ എത്താൻ പോകുന്ന റിലീസ്. വിനായകൻ നായകനായി എത്തുന്ന ചിത്രത്തിൽ വില്ലൻ വേഷത്തിലാണ് മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുന്നത്. മമ്മൂട്ടി കമ്പനി തന്നെയാണ് ചിത്രം നിർമ്മിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രമാണ് കളങ്കാവൽ. മെയ് 22 ചിത്രം തിയേറ്ററിൽ എത്തുമെന്നാണ് പ്രതീക്ഷ. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടിസ്റ്റാർ ചിത്രവും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. മമ്മൂട്ടി മോഹൻലാലും 10 വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രമാണിത്. ഇവർക്ക് പുറമെ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ എന്നിവർ ഈ പ്രോജക്റ്റിൽ ഭാഗമാകുന്നുണ്ട്. 2026 ചിത്രത്തിൻ്റെ റിലീസ്. ഫാമിലിക്ക് ശേഷം നിധി സഹദേവ് സംവിധാനം ചെയ്യുന്ന കോമഡി എൻ്റർടൈനർ മമ്മൂട്ടിയായി ഒരുങ്ങുന്നുണ്ട്.